പ്രിയപ്പെട്ടവരെ നമസ്കാരം. കർണാടക ഗുണ്ടൽപേട്ടിലുള്ള ഒരു ഞാലിപ്പൂവിൻ്റെ വാഴത്തോട്ടമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കർണാടകയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു പഴം തന്നെയാണ് ഞാലിപ്പൂവൻ. ഞാലിപ്പൂവിന് കന്നഡയിൽ നമ്മൾ ഏലക്കി എന്നാണ് പറയുന്നത്. ഈ വാഴയ്ക്ക് 2-3 പ്രത്യേകതകളുണ്ട്. അതായത് ഇതിൻ്റെ കായ ഇവർ മെയിനായിട്ട് വിൽക്കും. അതിനുശേഷം ഇതിൻ്റെ ഇല, ഏറ്റവും കൂടുതൽ സദ്യയ്ക്ക് പോകുന്ന ഇല ഞാലിപ്പൂവിൻ്റെ ഇലയാണ്. പിന്നെ ഇതിൻ്റെ കന്നും ഇവർ ഇതിന് ശേഷം പിരിച്ച് വിൽക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ കൊലകൾ കാണിച്ചു തരാം. ഇന്നിപ്പോൾ മൈസൂർ മാർക്കറ്റിൽ ഒരു ഞാലിപ്പൂവിൻ്റെ 1 കിലോയ്ക്ക് റീറ്റെയിൽ പ്രൈസ് 120 തൊട്ട് 140 രൂപ വരെ റേറ്റ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു പഴം ഇനം തന്നെയാണ് ഞാലിപ്പൂവൻ. കൊലയായതിനു ശേഷമുള്ള കന്നുകളൊക്കെ ഇവർ നിർത്തിയിട്ടുണ്ട് ഇലയ്ക്ക് വേണ്ടിയിട്ട്. ഇതാണല്ലേ, ഇതൊക്കെ ഇലയുടെ ആൾക്കാർ വന്നിട്ട് മൊത്തത്തിലൊരു പ്രൈസ് പറഞ്ഞ് ഇതെടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഡെയിലി കട്ടിങ് ഉണ്ട് അവർക്കും. ഇവിടെ നമ്മൾ തുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാഴയ്ക്ക് 2 സൈഡിൽ കൂടെ ഇട്ടിട്ടുണ്ട്. കൊലച്ചതിന് ശേഷമാണ് 2 സൈഡിൽ കൂടെ പൈപ്പിട്ടിട്ട് തുള്ളി തന്നെയാണ് കൊടുക്കുന്നത്. മിക്ക വാഴകളും നല്ല രീതിയിൽ തന്നെ കൊലച്ചിട്ടുണ്ട്. ഈ കൊല ഏകദേശം ഒരു 1-1.5 ആഴ്ചയും കൂടെ സമയം വേണം, എന്നാലേ ഇതിന് കുറച്ചുകൂടെ സൈസ് ആവത്തുള്ളൂ. 2 വാഴകൾ തമ്മിലുള്ള അകലം ഏകദേശം 6 അടിയാണ്. അതായത് ഈ ഒരു വാഴയിൽ നിന്നും ഈ ഒരു വാഴയിലേക്ക് 6 അടി, ആ ഒരു ലൈനിലുള്ള വാഴകൾ തമ്മിൽ 6 അടി ഗ്യാപ്പിലാണ് നടുന്നത്. അപ്പോൾ ഏകദേശം 1 ഏക്കറിൽ ഒരു 1200 വാഴകൾ വരെയാണ് ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നത്. ഞാലിപ്പൂവനല്ലാതെ നേന്ത്രവാഴയും ഇവിടുത്തെ ഒരു പ്രധാന ഇനം തന്നെയാണ്. ഈ 2 വാഴകൾക്കും കൊലകൾക്കും ഇപ്പോൾ നല്ല ഡിമാൻഡ് തന്നെയാണ് മാർക്കറ്റിലുള്ളത്. പ്രത്യേകിച്ച് ഓണം വിപണിയും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വില കയറിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ നിരവധി ആവശ്യക്കാരിപ്പോൾ കർണാടകയിൽ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് വാഴയുടെ കുലകൾക്ക് വേണ്ടി. ഇവിടെ വാഴയുടെ കൂമ്പുകളൊന്നും ഭക്ഷ്യയോഗ്യമല്ലാത്തതിനാൽ ഇവർ തന്നെ അത് നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. നാട്ടിലാണെങ്കിൽ കൂമ്പിനൊക്കെ വളരെ ആവശ്യക്കാരുണ്ട്. കൂമ്പ് ഇവിടെ എല്ലാ തോട്ടങ്ങളിലും ഒടിച്ച് കളയലാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് ഏകദേശം ഒരു പാകമായി വരുന്ന കായാണ്. അത്യാവശ്യം ഞാലിപ്പൂവിൻ്റെ നല്ല ഇനം മധുരമുള്ള കായകളാണ് ഇവിടുത്തെ. പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ മധുരമുള്ള കായാണ് ഇവിടുത്തെ ഞാലിപ്പൂവൻ കായകൾ. ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തായിട്ട് അടുത്ത സീസണിലേക്കുള്ള തൈകൾ റെഡിയായി വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരു ഡിസംബർ മാസം ആകുമ്പോഴത്തേക്ക് വിളവെടുക്കാൻ സാധിക്കും. കണ്ടില്ലേ, ഈ ഒരു ഏരിയ കംപ്ലീറ്റ് വാഴകൾ തന്നെയാണ്. ഇതിപ്പോൾ ഒരു 2.5 ഏക്കറോളം കുലച്ച വാഴകളും അടുത്ത ഒരു 3 ഏക്കറോളം കുലയ്ക്കാത്ത തൈവാഴകളുമാണ് ഇവിടെ ഉള്ളത്. ഇത് ഏകദേശം ഒരു ഡിസംബർ സമയമാകുമ്പോഴത്തേക്ക് വിളവെടുപ്പിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.